Vanidam Margin Free Supermarket, a woman empowerment project of CFCICI and Central Bazaar. പാറേ കേശു എന്തമ്മാ ഇത് കഴിച്ചില്ലേടാ? കഴിച്ചില്ലേ? ഞാൻ രാവിലെ കഴിച്ചില്ല. എന്റെ അവധിയും കൂടെ ചേട്ടൻ കഴിച്ചേ. അല്ല അത് പിന്നെ അവള് ഫുഡ് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് പകുതി കഴിച്ചത്. പിന്നെ ഇത് ആരെയാണത് ഇങ്ങനെ ഇരിക്കണ? കുറെ ഉണ്ടല്ലോ. ഓരോ സ്ഥലത്ത് പോയി കിടക്കും. ഉച്ചയാകുമ്പോ വരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഞാൻ കഴിച്ചു, എപ്പോഴോ കഴിച്ചു. കല്ലുപോലിരിക്കുന്നു. കറി ചീത്തല്ലേ? എങ്ങനെ കഴിക്കും? എന്താണ് ഇതിന്റെ വായിൽ നാക്കില്ലേ? എന്താളേ ഇടേ പുട്ട് കല്ലുപോലെ ഇരിക്കണ്, കറി ചീത്തയായി, എടുത്ത് ഒറ്റ എറി കഴിച്ചിരുന്ന അവിടെ വീഴും. ഗൗരി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കഴിക്കാൻ വേണ്ടി നേരത്തെ വിളിക്കുക. അപ്പൊ കഴിച്ചില്ലേ? ഇല്ല കഴിച്ചില്ല. നമുക്ക് പുറത്തേക്ക് കഴിക്കാം. നമുക്ക് പുറത്തേക്ക് കഴിക്കാം. എന്നാ പിന്നെ ഞാനുണ്ട്. ചേട്ടൻ കഴിച്ചല്ലേ ഉള്ളൂ. മകളെ ചേട്ടന്റെ വയറ്റിൽ 2 അറയുണ്ട്. ഒരെണ്ണം ഫില്ലയിൽ അടുത്ത കലിയായിരിക്കും കേട്ടാ. ചീത്തായ കറിയെന്ന് അതെടുത്ത് എന്തിനാ? കടായി ഞാൻ കൈ കഴിട്ട് വരാം. ചുമ്മാ വിശന്ന് വന്നായിരുന്നു. എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞല്ലോ. കേശുവേ, രാവിലെ എത്ര മണിക്കാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ? ഒരു 8-8:15 ആണല്ലോ. ഞാൻ രാവിലെ 7:30 ഉണ്ടാക്കി വെച്ചേക്കുന്നതായത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതേ ഉച്ചയ്ക്കല്ല. ഇത് ചീത്തയായി പോയതിന് എൻ്റെ കയ്യിലെ കുറ്റമല്ല. സമയത്തിന് കഴിക്കാൻ വന്നില്ലെങ്കിൽ ഭക്ഷണം ചീത്തയായി പോകും. അല്ലാണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. ഡാ, നിനക്ക് ഗൗരി വിളമ്പി തന്നാൽ മാത്രമേ ഇറങ്ങുള്ളോ? നീ കല്യാണത്തിന് മുമ്പ് നിനക്ക് ആമാശയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ പൊട്ടി മുളച്ചതാണോ? സമയത്തിന് കഴിക്കാൻ വന്നോളാം. എന്നിട്ട് ഭക്ഷണത്തെ കുറ്റം പറഞ്ഞുണ്ടല്ലോ എടുത്ത ഭക്ഷണം വേസ്റ്റ് ആക്കാനായിട്ട് ഓരോന്ന് ഇറങ്ങി തിരിച്ചോളും. സ്റ്റഡി ക്ലാസ് കഴിഞ്ഞില്ലെങ്കിൽ ഫുഡ് എവിടെ കടയിൽ രാവിലെ കയറ്റിയില്ല 8 മണിക്ക്. ഒന്നും കഴിക്കാമല്ലോ. സമയം കുറെ ആയല്ലോ ഇപ്പൊ. ദഹിക്കില്ല. എന്തിനാ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് കറി എടുത്ത് മണത്ത് നോക്കണത്? കടായി പോവാം പെട്ടെന്ന് ആ അമ്മേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ മരുന്നും മേടിച്ചോണ്ട് വരാം. ശരി ലച്ചു മക്കളെ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നാ? ഇല്ല, ഞാൻ കാന കഴിക്കാൻ ഇങ്ങനെ വരുകയായിരുന്നു. അപ്പോഴാ കുഴിപ്പള്ളത്തെ അമ്മ വിളിച്ച്. നിനക്കൊക്കെ പേര് എന്തിനാണ് ഉണ്ടാക്കി വെക്കണം? ഞാനിവിടെ ഓരോന്നോരോന്നും നടക്കും ഫോണും കൊണ്ട് തെക്കേ പറമ്പിലും വടക്കേ പറമ്പിലും. സമയത്തിനൊന്ന് കഴിച്ചു വേണം. അവരൊക്കെ കഴിക്കണേ. ഇത് കൈ കഴുകിട്ട് കഴിച്ച ചമ്മേ. ഞാനേ അപ്പുറത്ത് മാറി നിന്ന് കഴിച്ചോളാം. കഴിച്ചാ പോരെ? കഴിക്കാം. ചീത്തായ ഫുഡ് അവള് തന്നെ കഴിക്കട്ടെ. അവൾക്കുള്ള പണിഷ്മെന്റ്. അമ്മ, ഈ ഫുഡ് എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാ? ഇത് ചീത്തായി പോയില്ലേ? ഇതിനടുത്ത് കളയണം. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ വേസ്റ്റ് ആവൂലേ? അമ്മ, ഇവർക്കെല്ലാം പണിഷ്മെന്റ് കൊടുക്കണം. ഉറപ്പായിട്ടും. സമയത്ത് കഴിക്കാത്തവരെല്ലാം പട്ടിണി കിടും. അപ്പൊ ഇവർക്കൊക്കെ ഒരു പണിഷ്മെന്റ് കൊടുക്കാം അല്ലേ? കുഞ്ഞു ഇടയ്ക്ക് കഴിക്കാറില്ലല്ലോ സമയത്തിന് ഭക്ഷണം. എനിക്കൊരാളെ കഴിക്കാം. കുഞ്ഞായി പോയില്ലേ അല്ലേ? തരാം. എന്നാ പ്ലേറ്റിങ് എടുത്തുണ്ടോ? പൊട്ടിക്കരുത് കേട്ടാ. ആടോ പറയടോ. ഇല്ലടോ, ദേ ഇവിടെ ചുമ്മാ ഇങ്ങനെ വീട്ടിലിരിക്കണം. ഭക്ഷണം കഴിച്ച്. എന്നാടോ, തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ കൊച്ചു പഠിക്കല്ലേ? പിന്നെ കല്യാണം. എടാ, അത് പഠിക്കട്ടെ. ഇപ്പോഴൊക്കെ കല്യാണം കഴിപ്പിച്ചിടണോ? നല്ലോണം പഠിക്കില്ലേ അത്? എൻ്റെ കൊച്ചേ, ജീവിതത്തിലെ കല്യാണമല്ല ഏറ്റവും വലിയ കാര്യം. പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങുക എന്നുള്ളതാണ്. പിന്നെ എടോ, അതിനും ഉണ്ടാവടോ ലക്ഷ്യങ്ങളൊക്കെ. നമ്മളൊക്കെ പഠിച്ച് ജോലിയൊക്കെ വാങ്ങാൻ നമ്മൾ കാണിച്ച ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് ആ കുട്ടിക്കും ഉണ്ടാവില്ലേ? സപ്പോർട്ട് ചെയ്ത് കൊടുക്ക്. ഇപ്പോഴേ അതിൻ്റെ മനസ്സിൽ കല്യാണം ഒന്നും പറഞ്ഞ് കുത്തിയൊന്നും നടക്കില്ല കേട്ടോ. ശരി. കുറേ ഉണ്ട് ഫയല്. നോക്കാം. നാളെ ഓഫീസിൽ കാണാം. ശരിയടോ. അടുത്താമോ കല്യാണം?
പാറുവിന് നോക്കട്ടെ. നോക്കായിരുന്നു. ഉം. പക്ഷെ ചേച്ചിയും ചേട്ടനൊക്കെ നിൽക്കുന്നോണ്ട് എങ്ങനെയാ അമ്മ? ഫു, പോയി പഠിക്ക് ചെല്ലേ കേട്ടാ. കല്യാണം കഴിക്കാൻ പോകും. ആന്റി ആരാ? ആന്റി വെള്ളത്തച്ചിയുടെ കമ്പ് വെച്ചില്ലായിരുന്ന ആ ഇതാ ആഹാ, ഇതെവിടെ നിന്ന് കിട്ടി? വീട്ടിന്റെ അപ്പുറത്തുണ്ടായിരുന്നു. അപ്പൊ പറച്ച് അവര് കാണാണ്ടാ? കണ്ടില്ല. കണ്ടില്ല. ഇല്ല. ഇതിന് മോഷണമെന്ന് പറയും. അല്ലല്ല ഞാൻ ഇത് കൊള്ളില്ല. ചെടിയാണെങ്കിൽ പോലും വല്ലവന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നത് ശരിയുള്ള കാര്യമല്ല. ഇനി ആവർത്തിക്കരുത് കേട്ടോ. ഇത് അവരുടെ വീട്ടിൽ തന്നെ കുത്തി കൊടുക്കണേ. അല്ല അത് ആന്റി വെച്ചോ. വേണ്ട. ഇല്ല ഞാൻ പറഞ്ഞോളാം. ഞാൻ പോകുമ്പോ ഞാൻ വേണ്ട, എനിക്ക് മോഷിച്ച സാധനം വേണ്ട. തിരിച്ചു പോകുമ്പോ അവരുടെ വീട്ടിൽ തന്നെ ഇത് കുത്തി വെക്കണേ. ഞാൻ ആ വീട്ടിലെ ചേച്ചിക്ക് ചുവന്ന റോസാ കമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ആന്റി തന്നെ വെച്ചോ. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞോളാം. എനിക്കും തരണേ ചുവന്ന റോസിന്റെ കമ്പ്. ഇല്ല. കേശു ഇവിടെ ഇല്ലേ? കേശു പുറത്തുപോയി മോനെ. പുറത്തുപോയോ? അയ്യോ എന്തുപറ്റി? ഞാൻ വീട്ടിൽ ഒരുമാതിരി പ്രശ്നമാകുന്ന സമയത്ത് ഒരു സമാധാനം കിട്ടാൻ അങ്ങോട്ട് വരുന്നത്. വീട്ടിൽ വീണ്ടും പ്രശ്നമായ? ആ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക്. അയ്യോ, ഇപ്പൊ എന്താ കാര്യം? ഓരോന്ന് പറഞ്ഞു, ഒന്നും രണ്ടും പറഞ്ഞു അവര് വഴക്കാണെന്ന്. എപ്പോഴും വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല കഴിച്ചില്ല. പുറയിലാരാ നോക്ക്. നീ എന്തിവിടെ? ഞാനിവിടെ കമ്പ് കൊടുക്കാൻ വന്നേ. കമ്പ് കൊടുക്കാൻ വന്നേ? എടാ അതെ, വെള്ളത്തെറ്റിയുടെ കമ്പ് അവനക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടുന്ന് പറിച്ചേടാ? കൊറേ മുന്നേ പറഞ്ഞതാ. നിന്റെ വീട്ടിലില്ലല്ലേ? വീടിന്റെ അപ്പുറത്തെ ഞാൻ റോസ് കമ്പ് കൊടുത്ത ചേച്ചിയുടെ വീട്ടിൽ നിന്ന്. റോസ് കൊടുത്ത ചേച്ചിയാ? റോസ് അല്ല, റോസാപ്പൂവിന്റെ കമ്പ്. കമ്പാ? ആ ശരി. മോനേടാ അമ്മ, മക്കളെ അച്ഛനും മാമനൊക്കെ എവിടെ? അച്ഛനും മാമനും എങ്ങോട്ടോ പോയി. എന്നെ വീട്ടിലേക്കും പറഞ്ഞയച്ചു. ആണോ? അവര് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നശിപ്പിച്ചിട്ടാണ് പോയത്. അത് വേസ്റ്റായി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമെന്ന് വിചാരിച്ച്. ഇനി അതെടുത്ത് കളയേണ്ടി വരുമോ? എനിക്ക് തോന്നണല്ലോ അവര് വരുമെന്ന്. എന്തായാലും ഞാൻ ഉച്ചയ്ക്കുണ്ട് ഫുഡ് കഴിക്കാൻ. നീ കഴിച്ചായിരുന്നോ വല്ലതും? ഞാൻ കഴിച്ചില്ല. എന്നാ കഴിക്കാം. എന്തോരടാ കഴിക്കാന്ന് പറയുമ്പോ ഒരുമാതിരി ഇരിക്കണേ. ആന്റി, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഒന്നും എന്നോട് ഇങ്ങനെ സംസാരിക്കാറോ തമാശ പറയാറോ ഒന്നുമില്ല. ഞാൻ എൻ്റെ ബാഗും കുറച്ച് ഡ്രസ്സും ഒക്കെ എടുത്ത് 2-3 ദിവസം ഇവിടെ വന്ന് നിന്നോട്ടാ. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. കുഴപ്പമില്ല, വന്ന് നിന്നോ. ഇവിടെ കേശുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വരാറുണ്ട്. ചേട്ടൻ ചീനി ചേട്ടൻ്റെ വീട്ടിൽ പോയി. എന്തിന്? എനിക്കിപ്പോ ഇവിടെ നിൽക്കുന്നോണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പോരിപ്പോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നോണ്ട് ആന്റിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. എന്ത് ബുദ്ധിമുട്ട്? ഇവിടെ കേശുവിൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ നിന്നിട്ടല്ലേ പോണേ. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യവും ഇവിടെ ഒന്ന് കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. അല്ല, അതൊക്കെ വന്ന് കഴിച്ചോട്ടെ. പക്ഷെ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇവന് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇനി വരുന്നില്ല ആന്റി, ഞാൻ പോയി. ഈ ആ ബുദ്ധിമുട്ടല്ലേ പറയണത്. നീ വന്നാ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അതൊരു ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കൂല. എല്ലാം കഴിക്കാൻ കൂടമ്മ. അതെ അവൻ്റെ വാ കുറച്ചിട്ട് അടങ്ങിയിരിക്കട്ടെ. ചോറെടുക്കട്ടോ? ചോറെടുക്കും. വേറെ എന്താ ഉള്ളത്? സ്പെഷ്യൽ എന്താ ഉള്ളത്? മീനുണ്ട്. ഏതമ്മ? അയല. നോട്ട് റീച്ചബിളാണല്ലോ അച്ഛൻ്റെ ഫോൺ. ഹലോ, എടാ ശ്രീ, എവിടെയാണ് നിങ്ങള്? എന്താണ്? ഹലോ കട്ട് ചെയ്ത്. വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മ. അച്ഛൻ ഓർഡർ റീച്ചബിള്. മാമൻ വിളിച്ചിട്ട് ഒന്നും മനസ്സിലാവില്ല. എന്തൊക്കെയോ പറയാനുണ്ട്. ഇതൊരു പതിവായിട്ടിരിക്കുക. കൊതുക് രാവിലെ കഴിച്ചില്ല. ഈ പൂച്ചത്തെ കഴിക്കാൻ വിളിച്ചപ്പോൾ ഇവിടെ ആൾക്കാർ എത്തണമില്ല. അത് ഉച്ചയ്ക്ക് വന്നില്ലല്ലോ. അതല്ലേ പറഞ്ഞത്. ഇതിപ്പോ ഒരു ശീലമായിക്കൊണ്ടിരിക്കുക. ഞാൻ ഇറങ്ങട്ടെ എന്നാ. പോവാണോ? ഇനിയിപ്പോ രാത്രിത്തേക്ക് എന്താ? രാത്രി അവിടെ എന്തെങ്കിലും ഉള്ളത് എന്തെങ്കിലും കഴിക്കും. ഞാൻ കുറച്ച് ഫുഡ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മോൻ കൊണ്ടുപോയിക്കോ. അല്ല, അപ്പൊ ഇവിടെ കഴിക്കാനോ? ഇത് മോനും അമ്മയും കൂടി കഴിക്കി വീട്ടിൽ ചേട്ടൻ. ഇവിടത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ പാത്രങ്ങളോ? പാത്രങ്ങൾ കഴിക്കല്ലേ, കൊണ്ടുവരണം. പാത്രം എങ്ങനെ കഴിക്കണേ? അത് കൊണ്ടുവരൂലേ? മോൻ പോയിട്ടോ. ആന്റി, ഞാൻ ഇറങ്ങുവാണേ. ശരി. ബൈ. ശരിയല്ലേ? ശരി. എന്താ കാര്യം? വല്ലാതെ കഷ്ടമൊന്നുമില്ലല്ലേ അമ്മ? അവൻ പോയാ? ഒരു ചുറ്റലൊക്കെ കഴിഞ്ഞ് എത്തിയാ? ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ആണോ? ഭക്ഷണം എടുക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചു. എന്നിട്ട് നമുക്കവിടെ ഞാൻ വിചാരിച്ചു നിങ്ങൾ കഴിച്ചാണോന്ന്, അതുകൊണ്ട് വാങ്ങിച്ചില്ല. ഞാൻ രാവിലെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഗൗരിയോട് കഴിക്കാൻ പറഞ്ഞപ്പോൾ ഗൗരി പറഞ്ഞ് ഇനിയിപ്പോൾ സമയമില്ല ചേച്ചി, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അത് കഴിക്കാതെ അങ്ങ് പോയി. അത് വേസ്റ്റ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരുന്നു ഗൗരി വരുമെന്ന് വിചാരിച്ചിട്ടേ. അപ്പം അതും വേസ്റ്റായി. അല്ല, അത് ചിലപ്പോൾ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കഴിച്ചായിരിക്കും അമ്മ. ലേറ്റ് ആയതുകൊണ്ട് കഴിച്ചായിരിക്കും. പക്ഷേ കയ്യിൽ ഫോണുണ്ടല്ലോ, ഒന്ന് വിളിച്ച് പറയാലോ. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അത്രയും കുറച്ചല്ലേ ഞാൻ ഇടുള്ളൂ. സോറി ചേച്ചി, വിട്ടുപോയി. ഈ ഭക്ഷണം വേസ്റ്റ് ആകുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുകയെ. ആ വിഷമം കൊണ്ട് പറഞ്ഞോണതാ.
അയ്യോ ഇത് ഇതുവരെ തീർന്നില്ലേ? ഭക്ഷണം വെസ്റ്റ് നിനക്ക് വാ അഴകില്ലേ? ഇല്ല, വാ കിഴക്കണില്ല. എപ്പോ ഞാൻ ജസ്റ്റ് വന്നേ ഉള്ളൂ. എല്ലാവരോടും കൂടി ഞാൻ ഒരു കാര്യം പറയാം. തുടങ്ങി. ഒരു കാര്യം ചെയ്, ഒരു പേപ്പർ എടുത്ത് എഴുത്ത, അല്ലെങ്കിൽ പിള്ളേരെ കൊടു, അവരെഴുത്തരും. എന്നിട്ടുണ്ട് ഉപന്യാസ മത്സരത്തിന് സ്കൂളിലെ ഇവിടെ കൊണ്ടുവിടും. ഫസ്റ്റ് 1ാം സമ്മാനം കിട്ടും. എന്ത്? എനിക്ക് ഉപന്യാസം പറയാനും മത്സരത്തിന് അയച്ചു കൊടുക്കാനും ഒന്നും സമയമില്ല. പറയാനുള്ള കാര്യം ഞാൻ പറയാണ്. ഇപ്പോൾ ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചോ. പിന്നെ എനിക്ക് ഓർമ്മയില്ലാന്ന് ഒരാളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു തരത്തുമില്ല. പറയട്ടാ, രാവിലെ 9 മണിക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വിളമ്പി വെക്കും. 9:01 പിന്നെ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തില്ല. പിന്നെ ഉച്ചയ്ക്ക് 1:30 മണിയാകുമ്പോൾ ഞാൻ ലഞ്ച് വിളമ്പും. ഉച്ചയ്ക്ക് 1:30ക്ക് വരാൻ പറ്റുമെങ്കിൽ വരാം, അതിന് മുന്നേ വന്ന് കഴിക്കണം. 1:31 പിന്നെ ഭക്ഷണം ഇല്ല. പിന്നെ രാത്രി 8 മണിക്ക് മുന്നേ വന്ന് ഭക്ഷണം കഴിച്ചോണം. 8 മണി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടത്തില്ല. എനിക്ക് പോത്തിനോട് വേദോതാനും സ്റ്റഡി ക്ലാസ് എടുക്കാനൊന്നും സമയമില്ല. കറക്റ്റ് ടൈമിൽ വന്ന് കഴിച്ചാൽ വല്ലതൊക്കെ വയറ്റിലുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഈ പോത്തൊന്ന് ആരെയാണ് ഉദ്ദേശിച്ചത്? അത് ആരെ വേണമെങ്കിലും ഉദ്ദേശിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു സംശയമുണ്ട്. ചോദിക്ക്. ഒരു 8:31 അടിച്ച് പുറത്താക്കുമോ വീട്ടിൽ നിന്ന്? വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല ആരും പുറത്താക്കാതൊന്നുമില്ലല്ലോ. വീട്ടിനകത്ത് തന്നെ കയറി കിടന്നുറങ്ങാമല്ലോ. ചേച്ചി സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ഒരു സംശയം വേണ്ട, അമ്മ നല്ല സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. സമയം ഓർത്ത് വെച്ചില്ലെങ്കിൽ പട്ടിണി എടുക്കേണ്ടി വരും അച്ഛാ. പിന്നെ അവള് പറയാൻ സമയം വാർത്ത വയ്ക്കാലോടാ പണി. 9 മണി, 1:30 മണി, 8 മണിയാ. 8 മണി 8 മണി. 8 തെറ്റിക്കാരാ ഇറക്കാം. ഇത് തന്നെ ഓർത്ത് വയ്ക്കാൻ കിടന്ന് ഭയങ്കര പാടുപെടുന്നു. അച്ഛനെല്ലാം ഓർമ്മയുണ്ടല്ലോ. എല്ലാം ഓർമ്മ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, സമയത്ത് നേരത്തെ വന്ന് ആഹാരം കഴിക്കണം, ഇല്ലെങ്കിൽ എല്ലാം പുറത്താണ്. ഞാൻ ഉൾപ്പെടെ സമയത്ത് കഴിക്കാൻ വേണ്ടി വിളിക്കണേ. അയ്യോ, എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് വേറെ പണിയുണ്ട്. ആണെങ്കിൽ ഒന്ന് കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ പട്ടിണി നടന്നു. ഇവിടെ എന്തോളം ഭയങ്കര പണി. എന്തൊക്കെ പണിയുണ്ട്? ശ്രീ ഇങ്ങോട്ട് വാ. 9 മണി ആവാറായി. ഇനി വന്ന് കഴിച്ചില്ലെങ്കിൽ ഇനി ഫുഡ് കിട്ടൂലേ? 9 മണിയാ. നമുക്ക് വിശക്കുമ്പോഴേ കഴിക്കുള്ളൂ. ചാച്ചേന് നല്ലതിന് വേണ്ടിട്ടാ വന്ന് പറയണത്. വന്നിരുന്ന് കഴിക്ക്. എന്റെ നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് വിശക്കുമ്പോൾ കഴിക്കുക, അതാണ് എന്റെ നല്ലത്. അളിയ ചേച്ചി അളിയനെ അറിഞ്ഞൂടാത്തോണ്ടാണ്. നീ നിന്റെ ചായച്ച കാണാൻ തുടങ്ങി എത്ര വർഷമാടാ? എനിക്ക് ജനിച്ചപ്പോ കാണാനല്ലേ തന്നെ. അതുകൊണ്ട് മര്യാദ അടങ്ങി ഒതുങ്ങി ഇരിക്കവിടെ. അല്ല, അച്ഛൻ പട്ടിണി ഇരിക്കാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയേക്കാണെന്ന് മനസ്സിലായി. മാമയിൽ എന്ത് കണ്ടോണ്ടെന്ന് മനസ്സിലായിട്ടില്ല. മാമന്റെ നാശത്തിനാ. പറഞ്ഞ കേട്ടല്ലോ, വന്ന് കഴിക്കണാണ് നല്ലത്. 8:58 കഴിയാൻ. 8:58 കഴിക്കാൻ. 8:89 കഴിയും. എന്ത് കുഴപ്പമല്ല ഉണ്ട് എനിക്ക്. വല്ലാത്ത വാശി തന്നെയാണ് കേട്ടോ അച്ചാച്ചന്. ആ വാശി തന്നെ. പിന്നെ പറയണ സമയത്ത് കഴിക്കണം. കൊള്ളാല്ലേ? ഇല്ല ഇവിടെ എന്താണ് നിനക്ക് വിശക്കണം? നിനക്ക് വിശക്കണില്ല. എനിക്ക് വിശക്കുമ്പോൾ നിനക്ക് വിശക്കും കേട്ടാ. സമയം ഇന്ന് ദോശ പോലും അല്ല, ഇടിയപ്പമാണ്. ഇടിയപ്പം കഴിച്ചു കഴിഞ്ഞാ? ഇപ്പൊ കഴിയും. കഴിച്ചിട്ട് പാത്രമൊക്കെ കൊണ്ടാ കഴിവ് വെക്ക്. ഞാനെങ്കിലും കഴിക്കാനുണ്ടോ ഇവിടെ? ഞാൻ കഴിച്ചിട്ടില്ല, ശ്രീകുട്ടൻ കഴിച്ചിട്ടില്ല. കഴിക്കണം. വിശക്കുമ്പോൾ വരും. കുറച്ച് കണക്ക് എഴുതാറുണ്ട്. ഞാൻ എപ്പോഴാണോ ആലോചിച്ചത്? കണക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. കുഴപ്പമില്ല, കണക്ക് സമയം എടുത്ത് എഴുതിക്കോ. ഇനിയും സമയമുണ്ടല്ലോ, ഇനി ഉച്ചത്തെ ഫുഡ് കഴിക്കാം. എന്ത്? ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, 9 മണിക്കുള്ളിൽ കഴിക്കാൻ പറ്റുന്നവർ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ 1:30ക്ക് ഫുഡ് കഴിക്കാൻ വരാം ഉച്ചയ്ക്ക്. ഇല്ല ഇല്ല. അളിയ അത് മാറ്റി അത് വാങ്ങി കഴിച്ചില്ല. ഞാൻ കഴിച്ചില്ല. വാങ്ങിയടാ. ഇരി, ഞാളോ തരാം. നമുക്ക് എവിടെ രാവിലത്തെ ഫുഡ് കഴിഞ്ഞ് 9 മണി കഴിഞ്ഞല്ലോ. ഇനി ഇല്ല, ഇനി വേസ്റ്റ് ആക്കാൻ ഇവിടെ ഭക്ഷണം ഇല്ല. ഇനി ഉച്ചയ്ക്ക് വേണമെങ്കിൽ 1:30ക്ക് മുന്നേ വന്നാൽ കഴിക്കാം. പിന്നെ അല്ലെങ്കിൽ രാത്രി, അതും 8 മണി. ഗ്യാസ് വിശക്കണ നിന്നെ ഇവിടെ എല്ലാരും മാറി മാറി വിളിച്ചല്ലോ. നീ വന്നോ? പിങ്ങേരുടെ വാക്കും കേട്ട് അവിടെ ഇരുന്നല്ലേ, അവിടെ ഇരുന്നേ. മര്യാദക്ക് ഭക്ഷണം ഉണ്ടാക്കി തടി. സൗകര്യമില്ല. ഇപ്പൊ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞാന് പിന്നെ ഇറങ്ങി പോവാണോ? ഇല്ല, ഇവിടുത്തെ ജലപാനം ഞാൻ കഴിക്കില്ല. നീ ഉൾപ്പെടാ. ഞാൻ പറയുമ്പോൾ കേട്ടാ മതി. ഞാൻ കഴിക്കുമ്പോൾ കഴിച്ചാൽ മതി. ശ്രീ ചേട്ടനോട് കൂടാതിരിക്കണാണ് നല്ലത്. എന്നാ ഉച്ചക്കെങ്കിലും ഭക്ഷണം കിട്ടും. അതാണ് ഞാനും ചിന്തിക്കണേ.
ഇപ്പം നീ അവരെ വാക്ക് കേട്ടാ നീ ജീവിതത്തിൽ തോറ്റ്. എൻ്റെ കൂടെ കൂടിയാ നീ ജയിച്ച്. ആഹാരം ആരെ കാണാടെ കാണാം. അപ്പൊ ശരി, നടക്കട്ടെ എന്നാ. പാത്രം കണ്ട പിള്ളേരെ കഴിച്ചിട്ട് ഓരോരോ പാത്രം ഓരോരോ അങ്ങ് കഴുകി വെക്ക്. ഓ മൊത്തം വെട്ടിയല്ലേ? ചെറുതായിട്ട്. ഞാൻ പറഞ്ഞല്ലായിരുന്നു വന്ന് കഴിക്കാൻ. എന്താണ് പ്ലാൻ? ഉച്ചയ്ക്ക് കൊണ്ടാൻ പറ്റില്ല. ഉച്ചയ്ക്ക് അവരുടെ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. പറ്റില്ല. ഇല്ല നമുക്ക് വിശന്നാലും നമ്മൾ കഴിക്കും. എനിക്ക് കഴിക്കാവോ? എങ്ങനെ കഴിക്കും? ഓ നമ്മൾ ഒരുമിച്ച് കഴിക്കൂ. ഒരുമിച്ച് കഴിക്കൂ. ഇങ്ങോട്ടാ ഇങ്ങോട്ടാ ഇവിടെ ഇങ്ങനെ പറയാ കൂടെ ഞാൻ ഈ കിടന്ന് അനുഭവിക്കണം. ഞാൻ നീയും പോയിക്കോ. വിശക്കണ അളിയ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ ഇങ്ങോട്ട് പോകണം. പൊറോട്ടയും മട്ടൻ ചാപ്സും മതിയാ? ആണ്. അതാ ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും വേണോ? അതായാലും മതി. ഫ്രൈഡ് റൈസ് വേണോ? ഇതൊന്നും കിട്ടാൻ പോണില്ല. ഇതൊന്നും കിട്ടാൻ പോണില്ല. നീ അത് കേട്ടോണ്ട് നിന്നോ. നല്ല കോഴിക്കോടൻ ബിരിയാണി കിട്ടും. അതായാലും മതി. അല്ലെങ്കിൽ വീട്ടിൽ ഊണ് വേണോ? എന്തെങ്കിലും മതി. എന്തെങ്കിലും മതി. നല്ല കഞ്ഞിയും പപ്പടവും കപ്പയും കിട്ടും. അത് വേണോ? അത് കൊള്ളാം. അത് കൊള്ളാം. അച്ഛാ എനിക്കൊരു പായസം. ഇപ്പം എന്തോന്നാ ഇന്ന് ഭയങ്കര വിശപ്പ്. മാമന്റെ സമയദോഷം തുടങ്ങി. ഇതാരല്ലേ? ഇതെവിടെയായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, എന്റെ ഫോൺ എടുക്കാത്ത? അവനെന്ത് പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കൂടി? അത് തന്നെ, എനിക്ക് പല സ്ഥലങ്ങളിൽ പോകണ്ടാവും. ചുമ്മാ വിളിച്ചോണ്ടിരിക്കണ എന്തിനാണ്? വീട്ടിലുള്ള ആണുങ്ങൾ പുറത്തു പോകുമ്പോൾ പെണ്ണുങ്ങൾക്ക് കുറച്ച് ആദ്യമൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. എന്നിട്ട് ഞാൻ പുറത്ത് പോയല്ലേ? നീനൊരു ആദ്യമൊന്നും കണ്ടില്ലല്ലേ ഞാൻ? പിന്നെ അമ്മയ്ക്ക് അതല്ലേ പണി. അച്ഛൻ ആവശ്യം അത് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും, പിന്നെ അതിന്റെ പുറകെ തൂങ്ങാൻ അമ്മയും. ഞാൻ ഇപ്പൊ നീട്ടി വിളിക്കാൻ തുടങ്ങിയായിരുന്നു. എന്നിട്ട് വിളിക്കാൻ ഞാൻ എന്ത്? അല്ല, നിങ്ങൾ നമുക്ക് ഭക്ഷണം തന്നില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കും വിചാരിച്ചാ? നീ വിചാരിച്ചാ? നിങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും വിചാരിച്ചാ? എനിക്ക് ആ വിചാരം തെറ്റാണ്. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇതാ. ശ്രീകുട്ടാ, ഇതായിരിക്കണം. ഈ ഭക്ഷണം വാങ്ങിച്ച് കഴി, അല്ലെങ്കിൽ നീ ഒരു 5 ഡയലോഗ് അടി. എന്തിനാളിയാ വലിയൊരു തടി വാങ്ങണേ? വാ. അല്ല ഫുഡ് എന്തരിച്ചേ? എന്ത് മേടിച്ച്? നീ നേരത്തെ കഴിച്ചില്ലടാ കേശു. അല്ല എന്നും ഇത് നമ്മൾ കഴിക്കട്ടെ, എന്തിനാ ശല്യം ചെയ്യണത്? അല്ല എന്നാലും എന്തെന്ന് പറ. ശ്രീകുട്ടാ പെട്ടെന്ന് വാ. ലോകത്തിലെ ഏറ്റവും ടാസ്കുള്ള പണി എന്നറിയാമോ? ഈ പൊതിയിലെ കെട്ടഴിക്കല്. വല്ലാത്തൊരു പണിയാണ്. ഇരിക്കടാ, ഇരിക്കേ. നീ ഇവിടെ ഇരുന്ന് കഴിക്കണ അപ്പുറത്തെ ഡൈനിങ്ങിൽ പോയി കഴിച്ചൂടെ? ഇല്ല, ഇത് നമ്മുടെ പ്രതിഷേധമാണ്. വെജിറ്റേറിയൻ ആണോ മേടിച്ചത്? മീൻ കിട്ടിയില്ലേ? ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പം വൃതത്തിലാണ്, എന്താണ് വൃതമാണ്, അതുകൊണ്ട് വെജിറ്റേറിയൻ ആണ്. ഇവിടെ നല്ല മീൻ വറുത്ത് കൂട്ടി നീ ഇപ്പൊ ഭക്ഷണം കഴിച്ചല്ലേ ഉള്ളൂ. കേശുട്ടാ, നീ കഴിച്ചല്ല അവനെ? അല്ല ചെന്നാലും എന്തായാലും അല്ല കുറച്ച് ഒരു വാ, 1.5 വാ. ലച്ചു, അയില പൊള്ളിച്ചത് ബാക്കി ഇരിപ്പുണ്ടോ? തീർന്നല്ലേ? ആവോലിയായിരുന്നല്ലേ വറുത്തത് നമ്മള്? ആകോലി. അച്ഛാ എന്തൊരു പരിപാടി അച്ഛാ? ഒരു വാ അച്ഛാ, എന്തൊരു കഷ്ടം തോന്നേ. കൊച്ചിലെ മോലെ, കുട്ടിക്കാലം മോലെ നിന്നോട് അച്ഛൻ പറയും കൊതി കാണിക്കരുതേ, കൊതി കാണിക്കരുത്. നീ ഇതുവരെ നീ ഒന്നും മറന്നിട്ടില്ല അല്ലേ? എന്താണ് മീനില്ലേ? കൊള്ളാം കേട്ടാ. എന്നാ പിന്നെ അവരുടെ കൂടെ കൂടിക്കോടാ. ആ പറഞ്ഞ കാര്യമുണ്ട് കേട്ടാ. അങ്ങോട്ട് വരരുത് പിന്നെ, അങ്ങോട്ട് വരരുത് പിന്നെ. എന്തിനമ്മാ, ഞാൻ അച്ഛൻ്റെ കൂടെ കൂടും. ആവശ്യത്തെ കൂടുതൽ വള്ളി നീ പിടിക്കുന്നുണ്ട്, ഈ വള്ളിയും പിടിക്കണോ? ഞാൻ പറഞ്ഞ മൊത്തം കേട്ടില്ലേ? ഞാൻ അച്ഛൻ്റെയും കൂടെ കൂടും, അമ്മയുടെയും കൂടെ കൂടും. അമ്മ ഉണ്ടാക്കണ ഫുഡും കഴിക്കും, അച്ഛൻ മേടിച്ചോണ്ട് പറഞ്ഞ ഫുഡും കഴിക്കും. രണ്ടുപേരെയും മണക്കാൻ പറ്റില്ല. എനിക്കൊന്നും വേണ്ട, സ്വന്തമായിട്ട് കഴിച്ചോ. ഇവിടെ നല്ല മീൻകറി കൂട്ടി നല്ല ഭക്ഷണം കഴിച്ചിട്ടിരിക്കുമ്പോഴാണ് ഇവിടെ കേട്ടോ. സ്നേഹം കൊണ്ടല്ല, കൊതി വിടുമല്ലോ ചോദിച്ചു തന്നു. പക്ഷെ കൊച്ചു സ്നേഹം കൊണ്ടാണല്ലേ അച്ഛൻ്റെ അടുത്ത് കഴിക്കാൻ. കഴിച്ചില്ലേ? വേണ്ടെന്ന് പറഞ്ഞാ? വയറ് നിറഞ്ഞിരിക്കുക മീൻകറിയൊക്കെ കൂട്ടി കഴിച്ചിട്ട്. എന്തെങ്കിലും
വയറുവേന എന്തെങ്കിലും എടുക്കണുണ്ടോ? ആര് തന്നെ? വയറുവേന എന്തെങ്കിലും എടുക്കണുണ്ടോ? തോന്നുന്നുണ്ടോ? എനിക്ക് ചെറുതായിട്ടൊരു ഫുഡ് കൊള്ളൂലേ അച്ഛാ? വയറുവേദന എടുക്കണ്ടോ? അല്ല, ഫുഡ് കൊള്ളാം, പക്ഷെ എന്തോ അതിന് തോന്നുന്നുണ്ടോ? ഇന്നലെ ഇവിടുന്ന് കഴിച്ചതിന് എന്താണോ വല്ലാതെ വേറെ എന്ത് വേണം? ഇന്നലെ കഴിച്ചതിന്റെ മിനിയാന്ന് കഴിച്ചതിന്റെ ഒക്കെ ഉണ്ടാവും ചിലപ്പോ. ഇന്ന് കഴിച്ചതിന്റെ വരാൻ സാധ്യതയില്ല. ശരിക്കൂട്ടാ, അതെ വേർക്കണുണ്ടാ? ഞാനും ഉണ്ട്. നിനക്ക് വേറെ വേദന എടുക്കണില്ലേ? എനിക്കോ? രണ്ടും ഒരേ കടന്നല്ലേ വാങ്ങിച്ചത്? എനിക്ക് അങ്ങനെ വേദന ഒന്നും എടുക്കണില്ല. ഇല്ല, എനിക്കിപ്പോ പ്രശ്നമാണല്ലോ, അത് കൂടി പറഞ്ഞല്ല. കൈ കിട്ടണേക്കെ വലിച്ചോലി കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ഹോസ്പിറ്റലിൽ പോണോ? വെള്ളം വേണോ? എടാ ശ്രീകുട്ടാ, ഞാൻ വിളിച്ചാ വരില്ല, നീ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. ഗുളുഗുളു ശബ്ദം. എനിക്ക് ഒരു ഗുരുവില്ല. അഥവാ എന്റെ ലിവർ അടിച്ച് പോയാലും നിന്റെ ലിവർ ചെയ്ത് ഒരു കഷ്ണം പോലും എനിക്ക് വേണ്ട. ആരും തരാൻ ഉദ്ദേശിക്കണില്ല. എനിക്ക് എന്റെ കാശോടെ തരും. അച്ഛൻ ഞാൻ ലിവർ ഫ്രൈ മേടിച്ചു തരും. അല്ല അച്ഛാ, ഞാൻ മറ്റേ അച്ഛനൊന്നും മര്യാദിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിനക്കൊരു കുഴപ്പമില്ലടാ. എനിക്ക് ഗുളുഗുളു ശബ്ദം കേൾക്കണം അളിയാ. അളിയന ഗ്ലം ഗ്ലം. അതെ, നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ പോവാം. നമുക്ക് ക്ലിനിക്കിൽ വല്ല പോവാം. ക്ലിനിക്കിൽ പോവാം. കൈയെങ്കിലും കഴിട്ടു. ഓണ്ടയാണെന്നാണ് പറഞ്ഞ ചേച്ചി. വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നല്ല മഴയുണ്ടല്ലേ? നല്ല മഴയുണ്ട്. കുട എടുക്കാതെയാണ് പോയത്. അനഞ്ഞായിരിക്കും പറഞ്ഞ. ചേച്ചിയുടെ ഫേസ് എന്താ ഒരുമാതിരി ഇരിക്കണ? ഓ ഒന്നുമില്ല. എന്ത് പറ്റി? ഒന്നുമില്ല, അവരെ കാണാത്തോണ്ട് ഇങ്ങനെ ആലോചിച്ചിരുന്നത്. അതെ, എന്ത് പറഞ്ഞു ഡോക്ടർ? കുഴപ്പമില്ല, ഈ തന്ന ഗുളിക കഴിച്ചാൽ മതി. ഗ്യാസ് കയറി. സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഫുഡ് ഇൻഫെക്ഷൻ അല്ല, ഗ്യാസ് കയറിയതാണ്. ഗ്യാസ് കയറിയതാണ്. ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. എന്തോ അതിൽ എന്തോ കിടന്നത്. എവിടെ ഇരിക്കുന്നു അളി? ഇവിടെ ഇരിക്കാം. എന്തോ വെന്തില്ല, അപ്പൊ അത് വേവാത്ത കഴിച്ചോണ്ടാണ് വയറിന് ഈ അസ്വസ്ഥത. സമയത്തിന് ഭക്ഷണം കഴിക്കില്ലല്ലോ. നമ്മൾ പറയുമ്പോഴാണല്ലോ ആർക്കും ഇഷ്ടപ്പെടാത്തത്. ഇപ്പൊ മനസ്സിലായല്ലോ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇന്ന് രാത്രി മുതൽ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണം. കൃത്യസമയം എന്ന് പറയുമ്പോ? കൃത്യസമയം എന്ന് പറയുമ്പോൾ നീല് പറഞ്ഞ സമയം. ഒരാൾ ഒരു നല്ല കാര്യം പറഞ്ഞാൽ അതിനെ എതിർത്ത് സംസാരിക്കുക, എല്ലാം കൂടെ അതിനെ മുറി പിടിക്കാൻ വേണ്ടി കുറെ എണ്ണം കൂടെ. ഇനിയിപ്പോ അതും പറഞ്ഞ് വഴക്കണ്ട. അല്ല, അളിയനാണ് സമ്മതിച്ച്. എന്നാൽ അളിയനും ചേച്ചി കൂടെ വഴക്കുണ്ടാകുമ്പോ അത് ഒത്തീർപ്പാകല്ലേ വേണ്ടത്. കൂടെ നിന്ന് അങ്ങ് കളിച്ച് കയറുകയാണ് ചെയ്യേണ്ടത്. അളിയാ എന്താന്ന് അളിയാ? വെള്ളം കൊടു. അവിടെ പോയി 4 പ്രാവശ്യം പോയി. എന്നിട്ടിപ്പം ദേഹത്തുള്ള വെള്ളമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും പോയി 3 പ്രാവശ്യം. പിന്നെ വരാൻ നേരത്തെ ഒന്നുകൂടെ പോയി. കഞ്ഞിവെള്ളം കൊടുക്കുക. കഞ്ഞിവെള്ളം പൊഴിച്ച് താ. മാമന് കിട്ടേണ്ടത് കിട്ടിയപ്പോ സന്തോഷായില്ലേ? അളിയ ഞാൻ അളിയന്റെ കൂടെ നിന്നല്ലേ അളിയാ. പിന്നെ അളിയന്റെ കൂടെ നിന്ന് ഇവിടെ തെറ്റ് ചെയ്ത ദൈവം തമ്പുരാനായാലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തെറ്റ് തെറ്റ്, അളിയന്റെ തെറ്റ്. അതിനിപ്പോ എന്തായാലും കുഴപ്പമില്ല, വന്നതൊക്കെ വന്ന്. നാളെ തൊട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. കേട്ടോ കേട്ടോ പറഞ്ഞു. അവിടെ എന്നെ പുറകെ നടക്കല്ലേ. ഇങ്ങോട്ട് താ, ഞാൻ എടുത്തോണ്ട് വരാം. പക്ഷെ അനക്കല്ലേ എന്ന് പറഞ്ഞപ്പോ തല ഒന്ന് ചുറ്റണ പോലെ തോന്നി. ആശുപത്രി പോണോ? വേണ്ട വേണ്ട, എനിക്കതിന് കഴിക്കാൻ തരാമോ? അപ്പൊ നീ ഇതിനകത്ത് കഴിച്ചില്ലേ? കഴിക്കണ എങ്ങനെ? നിങ്ങൾ രണ്ടുപേരും വാശിയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ലായിരുന്നു. അത് നമ്മളിവിടുന്ന് മൂക്കുമുട്ട കഴിക്കണം. നീ കണ്ടില്ല? അപ്പൊ നീ കഴിക്കാന്ത് കഴിച്ച് നിങ്ങൾ ഉടനെ അത് തന്നെ ഓടിയില്ലേ ഹോസ്പിറ്റലിലേക്ക്? നിങ്ങളെ കഴിക്കുമ്പോ അമ്മ കഴിച്ചാൽ നോക്കട്ടെ. ഞാൻ ഇപ്പൊ എടുക്കട്ടെ? എടുത്തിട്ടോ? ഫുഡ് എടുത്തിട്ടോ? വെള്ളം കുടിച്ചാ? ഫുഡ് കഴിക്ക്. ഞാനൊരു നിയമം ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ തെറ്റിക്കണത് ശരിയാണോ? നിയമമൊക്കെ നമുക്ക് നാളെ രാവിലെ തൊട്ട് മതി. നീ ഇപ്പം ഭക്ഷണം കഴിക്കും. കഴിക്ക്. ചേച്ചി പട്ടിണി ഇരുന്നു ചേച്ചി. ഇതറിയാതെ ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് ചായയും പരിപ്പോടയും കഴിച്ചു. നീയാണ് എല്ലാത്തിനും കാരണം. മിണ്ടിപ്പോരുത്. ചേച്ചി കഴിക്കേച്ചി. ഇപ്പൊ കഴിച്ചോണ്ടിരിക്കണോ ഞാനൊന്നും പറയാനില്ല. 3 പ്രാവശ്യം പോയിട്ട് വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോഴും ആളെ കാണാനില്ല. നോക്കിയപ്പോ പരിപാടി നിന്നോണ്ടിരിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.